എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ചിത്രഭരണി ക്രിയേഷൻസിലേക്ക് തൊഴുകയോടെ സ്വാഗതം. എന്തു പറയണു, എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ ഫിസിക്കലി സേഫാണ്, ഹെൽത്ത് വൈസ് ഓക്കെയാണ് കേട്ടോ. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മളെല്ലാവരും വാറ് നടക്കണതിനെ പറ്റിയിട്ടുള്ള ആശങ്കയിലാണല്ലോ അല്ലേ? സ്കൂൾസ് എല്ലാം ബുധനാഴ്ച വരെ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെന്ന് ഓൾറെഡി നോട്ടിഫിക്കേഷനും ഡിക്ലറേഷനെല്ലാം ഗവൺമെൻറ് ഡിക്ലറേഷനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈവറ്റ് സെക്ടേഴ്സ് ഓഫീസുകളെല്ലാം വർക്ക് ഫ്രം ഹോം ആക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾസിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ വെള്ളിയാഴ്ച വരേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഡിസ്റ്റൻസ് ലേണിംഗ്. പിന്നെ ഇവിടെ UAE ബോർഡ് എക്സാംസ്, CBSE 10th and 12th ഗ്രേഡ് എക്സാംസ് എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ ആ കുട്ടികൾക്കൊക്കെ എക്സാംസ് കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ എക്സാമിൻ്റെ ഭയം ഒരു ഭാഗത്ത്, അതിനൊപ്പം തന്നെ വാർ നടക്കണതിൻ്റെ ആശങ്ക വേറെ. എല്ലാം പെട്ടെന്നെല്ലാം ശരിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. കഴിഞ്ഞ മാസമാണ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് മാർച്ച് മാസം ആകുമ്പോൾ എക്സാമൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയത് കാരണം കൊണ്ട് നമ്മൾ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീക്കെൻഡ്സിൽ. കഴിഞ്ഞ ഫ്രൈഡേ ആണ് കുട്ടികളുടെ എക്സാംസ്, ഇവിടുത്തെ കുട്ടികളുടെ എക്സാംസൊക്കെ കഴിയുകയൊക്കെ ചെയ്ത് ഞങ്ങൾ സാറ്റർഡേ വീക്കെൻഡ്സ്, ഇനിയിപ്പോൾ എനിക്ക് 2-3 വീക്കെൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ്. ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ കരുതിയിട്ടാണ് മുൻപ് വന്ന സമയത്തൊന്നും പോവാതിരുന്നത്. പിന്നെ എക്സാമിൻ്റെ ഇടയിൽ, പഠിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഡിസ്റ്റർബൻസ് വേണ്ട, മൈൻഡ് ഡൈവേർട്ട് ആവണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മുമ്പൊക്കെ വന്നിട്ടും എല്ലായിടത്തും പോയിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എവിടെയും പോയിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അബുദാബിയിൽ ടെമ്പിളിൽ ഒരു തവണ പോകണമെന്ന് നേരത്തെ കരുതിയിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതേപോലെ മറ്റ് തിരക്കുകൾ കാരണം പോകാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കാലത്ത് അവിടെ അതോറിറ്റീസിനെ വിളിച്ച് ടൈമൊക്കെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വൈകിട്ട് ഞങ്ങൾക്ക് 5 മണിക്കുള്ള സ്ലോട്ടിൽ അകത്തേക്ക് എൻട്രി പെർമിറ്റൊക്കെ കിട്ടിയതായിരുന്നു. അങ്ങനെ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടെ രാവിലെ പതുക്കെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3-3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അബുദാബി ഹിന്ദു ബാപ്റ്റിസ്റ്റ് ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉച്ചയായപ്പോഴാണ് ഇറാനിൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായത്. അത് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് നമുക്ക് ആ ദിവസമൊന്നും അങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ വൈകിട്ട് 4:30 അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടുള്ള ഉള്ളിലേക്കുള്ള എൻട്രി എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പോലീസ് പറഞ്ഞു അവിടെയൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് മാത്രം പറഞ്ഞപ്പോൾ ആരും കടത്തി വിടുന്നില്ല. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്ക് എക്സിറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അമ്പലത്തിൻ്റെ അതോറിറ്റീസിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തതാണ് ഇത് ക്ലോസ് ചെയ്തത് എന്ന് പറഞ്ഞു. നമ്മൾ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ല, അത് ഗവൺമെൻറ് ഡിക്ലെയർഡാണ്, ഇപ്പോൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിസിറ്റേഴ്സിനൊന്നും എൻട്രി ഇല്ല, ഇപ്പോൾ അവിടെ ഉള്ളവരെ പോലും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന ഓൺ ദ വേ ഗ്ലോബൽ വില്ലേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇനി മറ്റൊരു ദിവസം ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ എന്തായാലും എൻട്രി പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണല്ലോ ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ അങ്ങോട്ട് കയറാം, അവിടെ ഓപ്പൺ ആണെങ്കിൽ എൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ, എൻട്രി പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നു. അപ്പോൾ അവിടെ 5 മണിക്ക് മുൻപേ എത്തി. അപ്പോൾ എല്ലാവരും
വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എൻട്രി പെർമിഷനൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അകത്തേക്കൊക്കെ കയറി. 5 മണിയാകുമ്പോൾ അകത്തേക്ക് കയറി കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പിന്നെ റമദാൻ ടൈം ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ അത് കാരണം കൊണ്ട് ആയിരിക്കാം എല്ലാവരും നോമ്പ് തുറയുടെ സമയമായത് കാരണം കൊണ്ടും ആയിരിക്കാം തിരക്കില്ലാത്തത് എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ അകത്തേക്ക് കയറി കുറച്ച് 1-2 പവലിയനിലൊക്കെ കയറി കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 6:30 ആകുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പോഴും ഓരോരുത്തരുടെ മെസ്സേജ് വന്നിട്ട് പരിചയക്കാരുടെയൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻ വല്ലാതെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പൺ സ്പേസിലൊന്നും നിൽക്കുന്നത് സേഫല്ല, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും 7 മണിയൊക്കെ ആയി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. അവിടെ ഓപ്പൺ സ്പേസ് ആയിരുന്നല്ലോ, ദൂരത്ത് ആകാശത്ത് തീപ്പൊരി പോലെ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നമുക്ക് ഇത് എന്താണ് ഇത്ര കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷമാണ് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലായത്. അത് ശരിക്കും പറഞ്ഞാൽ തീപ്പൊരി പോലെ ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അത് മിസൈൽ ഇൻ്റർസെപ്ഷൻ നടന്നതിൻ്റെ ആണെന്നാണ് പിന്നീട് മനസ്സിലായത്. രാത്രി ആയതോടെ സിറ്റുവേഷൻ വളരെ മോശമായി തുടങ്ങി. പലതവണയായിട്ട് മൊബൈലിൽ അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സേഫായിട്ട് അവരവരുടെ ഷെൽട്ടറിൽ എത്തിച്ചേരണം, ഓപ്പൺ സ്പേസിലൊന്നും ആരും നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ അലാറം തന്നെ ഒരു എന്താ പറയുക, അലേർട്ട് വരുന്നത് തന്നെ ഒരു പ്രത്യേക സൗണ്ടിലാണ്. നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഭയന്നു കേട്ടോ. ഇവിടെ പിന്നെ സ്കൂൾസിലൊക്കെ മോക്ക് അലാറമും എല്ലാം കൊടുത്ത് കുട്ടികൾക്കൊക്കെ എല്ലാം ട്രെയിനിങ് ഒക്കെ കൊടുത്തത് കാരണം അവരൊന്നും ഈ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകതരം സൗണ്ടാണ് ഈ അലാറം വരുന്നത്. അങ്ങനെ രാത്രി 2 മണിവരേക്കും എല്ലാവരുടെ ഫോണിലേക്കും അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സേഫായിരിക്കണം എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലേർട്ട് എല്ലാ ലാംഗ്വേജിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ അവിടെ ഗ്ലോബൽ വില്ലേജിലൊക്കെ കുറേ നടന്നത് കാരണം കൊണ്ടും പിന്നെ രാത്രി 2 മണിവരെയൊക്കെ നമുക്ക് സാധാരണ ഉറക്കം കളഞ്ഞിരുന്നാലുള്ള ഇതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടും അങ്ങനെ അറിയാതെ മയങ്ങിപ്പോവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പേടിയോടുകൂടിയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയിലൊക്കെ നമ്മൾ അറിയാതെ ഉണരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ആണ് നമ്മൾ മറ്റുള്ളവരൊക്കെ ഓരോ മെസ്സേജ് അയച്ചതും ഇതുമൊക്കെ കാണുമ്പോഴാണ് രാത്രിയിലൊക്കെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലായത്. പിന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. എവിടെയും പോകാനും പറ്റില്ല, പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യ സാധനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണതിൻ്റെ മാത്രം ഇവിടെ മക്കൾ പോയിട്ട് വാങ്ങിയിട്ട് വന്നു. അല്ലാതെ നമ്മൾ എവിടെയും പോകണമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. എല്ലാം പെട്ടെന്ന് ശരിയായിട്ട് എല്ലാവർക്കും മൂവ്മെൻറ്റൊക്കെ ശരിയാവട്ടെ എല്ലാവിടേക്കുള്ളതും എന്ന പ്രാർത്ഥനയോടെയാണ് ഇരിക്കണത്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ അമിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു ബുമ്മെന്നുള്ളൊരു സൗണ്ടൊക്കെ അതേപോലെയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇൻ്റർസെപ്ഷൻ നടക്കണതിൻ്റെയാണ്. എന്തൊക്കെ പറഞ്ഞാലും സേഫായിട്ട് എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ കൂടി ഒരു ഉൾഭയമുണ്ട് എല്ലാവർക്കും. എല്ലാം പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞ് ശരിയാവണമല്ലോ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അണ്ടർ കൺട്രോളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചില ഓഫീസുകളൊക്കെ അവരുടെ സ്റ്റാഫിനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിലും മറ്റ് ദൂരത്തുള്ള സ്ഥലങ്ങളിലുമുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും പാനിക്കാവാതിരിക്കും കേട്ടോ. നമുക്ക് എല്ലാം എത്രയും പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം.